ഇന്ന് ഫെബ്രുവരി 1, 2026. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. റിഫോം എക്സ്പ്രസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയ്ക്ക്, പ്രതിരോധം എന്നിവയ്ക്കായി വലിയ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങളോട് തത്സമയം പ്രതികരിക്കാൻ നിക്ഷേപകർക്ക് അവസരമൊരുക്കി NSEയും BSEയും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാരിംഗുമായുള്ള ഭിന്നതയെ തുടർന്ന് മുൻ MLA നവ്ജോത് കൗർ സിദ്ധു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഇന്ത്യ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ-അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി. പ്രശസ്ത സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിന് പുറത്ത് 4 തവണ വെടിയുതിർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ തീവ്രവാദികൾക്കായി സുരക്ഷാ സേനയുടെ തെരച്ചിൽ തുടരുന്നു. ന്യൂസിലൻഡിനെതിരായ 5ാം T20 മത്സരത്തിൽ വിജയിച്ചതോടെ ഇന്ത്യ 4-1 പരമ്പര സ്വന്തമാക്കി. ഇഷാൻ കിഷൻ തന്റെ ആദ്യ T20 സെഞ്ചുറി നേടി. 2026 ജനുവരി 30 US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രധാനമായും എപ്സ്റ്റീന്റെ ആഗോള നേതാക്കളുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കരുതുന്നത്. 2017 നരേന്ദ്രമോദി നടത്തിയ ചരിത്രപരമായ ഇസ്രയേൽ സന്ദർശനത്തിൽ തന്റെ ഉപദേശം ഉണ്ടായിരുന്നുവെന്ന് എപ്സ്റ്റീൻ അവകാശപ്പെടുന്ന ഒരു ഇമെയിൽ രേഖ ഉണ്ട്. ഈ സന്ദർശനം അന്നത്തെ US പ്രസിഡന്റിന് ഗുണകരമായ രീതിയിൽ ഫലിച്ചു എന്നും ഇമെയിലിൽ പറയുന്നു. 2019 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിന് സമയത്ത് നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപിന്റെ മുൻ തന്ത്രജ്ഞൻ സ്റ്റീവ് ബാനനും തമ്മിൽ ഉയർന്ന തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഏർപ്പാടാക്കാൻ എപ്സ്റ്റീൻ ശ്രമിച്ചിരുന്നതായും രേഖകൾ സൂചിപ്പിക്കുന്നു. ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ പാഴ്ചിന്തകൾ മാത്രമാണിതെന്നും ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മോദിയുടെ 2017 ഇസ്രയേൽ സന്ദർശനം സാധാരണ നിലയിലുള്ള ഒരു നയതന്ത്ര സന്ദർശനം മാത്രമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടുന്നു. നരേന്ദ്രമോദി എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ചെന്നോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നോ എപ്സ്റ്റീനുമായി നേരിട്ട് ബന്ധം പുലർത്തിയെന്നോ ഉള്ളതിന് ഫയലുകളിൽ യാതൊരു തെളിവുമില്ല. പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ CJ റോയുടെ മരണത്തിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. മരണത്തിന് തൊട്ടുമുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഓഫീസിൽ തർക്കങ്ങൾ നടന്നതായി CCTV ദൃശ്യങ്ങളിൽ ഇല്ലെന്നും പോലീസ് പറയുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി തേടിയതായും അതിന് വത്തിക്കാൻ അനുമതി നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാർച്ച് 4 രാവിലെ 10 മണിക്ക് മാർപ്പാപ്പയെ നേരിൽ കാണാനും ഹസ്തദാനം നൽകാനുമാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസും വത്തിക്കാൻ സന്ദർശിക്കുമെന്ന് പറയപ്പെടുന്നു. 2026 ജനുവരി 31 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രധാന പ്രഖ്യാപനം അനുസരിച്ച് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള സൈനിക പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇറാനിയൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് US ലക്ഷ്യമിടുന്നത്. കൂടാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിനുള്ള ഫണ്ട് തടയാമെന്നും വാഷിംഗ്ടൺ കരുതുന്നു. വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയുടെ പുറത്താക്കലിന് ശേഷം അവിടുത്തെ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം US മേൽനോട്ടത്തിലാണ്. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ US നിരീക്ഷണത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാനാണ് നിർദ്ദേശം. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇതിനകം തന്നെ US ലൈസൻസിനായി അപേക്ഷിച്ചിട്ടുണ്ട്. വെനസ്വേലയിലെ ഹെവി ക്രൂഡ് സംസ്കരിക്കാൻ പാകത്തിലുള്ള അത്യാധുനിക റിഫൈനറികൾ റിലയൻസിനുണ്ട്. വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങളിൽ നിക്ഷേപമുള്ള ONGC വിദേശ് ലിമിറ്റഡിന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന $600 ബില്യൺ ലാഭവിഹിതം തിരിച്ചുപിടിക്കാനും ഈ നയതന്ത്ര മാറ്റം സഹായിക്കും.
ബലൂചിസ്ഥാനിലുടനീളം നടന്ന വിവിധ ആക്രമണങ്ങളിലും ഏറ്റുമുട്ടലുകളുമായി 120-ലധികം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥരും 18 സാധാരണക്കാരും ഉൾപ്പെടുന്നു. തിരിച്ചടിയിൽ 92 തീവ്രവാദികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതിചെയ്യുന്ന ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാജ്യം വേണമെന്നാവശ്യപ്പെടുന്ന നിരവധി സായുധ ഗ്രൂപ്പുകൾ ഇവിടെ സജീവമാണ്. ബലൂചിസ്ഥാൻ പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് എന്നിവയാൽ സമ്പന്നമാണ്. എന്നാൽ ഈ വിഭവങ്ങളിൽ നിന്നുള്ള ലാഭം പ്രവിശ്യയുടെ വികസനത്തിന് ഉപയോഗിക്കുന്നില്ലെന്നും പകരം പാകിസ്ഥാൻ സർക്കാർ ഇത് ചൂഷണം ചെയ്യുന്നു എന്നും ആണ് ഇവിടെ പ്രാദേശിക ജനതയുടെ പരാതി. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാൽ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണിത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ഗ്വാദർ തുറമുഖം വികസിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിലാണ്. ഗ്വാദർ തുറമുഖം അറബിക്കടലിലേക്കുള്ള പ്രധാന പാതയാണ്. എന്നാൽ ഇത് തങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്ന് ആരോപിച്ച് പ്രാദേശിക ഗ്രൂപ്പുകൾ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണങ്ങൾ നടത്താറുണ്ട്. പാകിസ്ഥാൻ സൈന്യം ഇവിടെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ടെന്നും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കാണാതാകുന്നുണ്ടെന്നും ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു.